നമസ്കാരം. അഘോരവിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു വിശേഷിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വിശേഷം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, ആഗസ്റ്റ് 17 ചിങ്ങമാസം 1 പുതുവർഷം ആരംഭിക്കുകയാണ്. ആഗസ്റ്റ് 17 ജ്യോതിഷ സംബന്ധമായി പറയുമ്പോൾ വളരെയധികം ഗുണഫലങ്ങൾ നിറഞ്ഞൊരു വർഷമായിരിക്കും 1202 ചിങ്ങം 1 മുതൽ അങ്ങോട്ട് ആരംഭിക്കാൻ പോകുന്നത്. അങ്ങനെ ചിങ്ങം 1, അതായത് ഓണമൊക്കെ വരാൻ പോവുകയാണ്. അപ്പൊ ഈ ചിങ്ങം 1 തുടങ്ങുമ്പോൾ ആർക്കൊക്കെയാണ് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാൻ കഴിയും. ഇന്നത് വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ മാത്രമാണ് നമുക്കിതിൻ്റെ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങളുടെ ബന്ധുക്കളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ കുടുംബങ്ങളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് മേലെ കാണുന്ന ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ അമാവാസിക്ക് കറുത്തവാവ്, ഇതിന് ശക്തയ പൂജ, അതുപോലെ തന്നെ പുഷ്പാഞ്ജലിയൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളുടെയും കുടുംബങ്ങളുടെയും നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചിങ്ങം ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ചിങ്ങമാസം തുടങ്ങുന്നതോട് കൂടിയിട്ട് ഈ വർഷകാലം മുഴുവൻ വളരെയധികം ഗുണഫലങ്ങൾ നിറഞ്ഞതായിരിക്കട്ടെ, എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കടാക്ഷവും ഭഗവാന്റെ ഭാഗത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ചിങ്ങമാസം 1 മുതൽ അങ്ങോട്ട് രാജയോഗം വരുന്ന നക്ഷത്രക്കാർ, അതായത് ഈ എല്ലാ ഗ്രഹങ്ങൾക്കും ഈ വർഷത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ വർഷം ഇപ്പോൾ നിലവിൽ വ്യാഴം എന്ന് പറയുന്ന ഏറ്റവും ശുഭത്വമുള്ള ഗ്രഹം, വ്യാഴത്തെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഏറെ ശുഭത്വമുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴം നല്ല രീതിയിലൊക്കെ നമ്മുടെ ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന ഗ്രഹം വ്യാഴം ഈ വർഷത്തിൽ സാധാരണ വ്യാഴം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ രാശി മാറാറുള്ളൂ. ഈ വർഷം വ്യാഴം 2 പ്രാവശ്യം രാശി മാറുന്നുണ്ട്. കാരണം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ വ്യാഴം കർക്കിടത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് വരികയും അവിടെ നിന്ന് വീണ്ടും വ്യാഴം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കർക്കിടത്തിൽ തുടരുകയും ചെയ്യും. അങ്ങനെയാണ് വ്യാഴത്തിന്റെ അവസ്ഥ ഈ ഒരു വർഷക്കാലം. അതുപോലെ മറ്റ് ശനി ഈ വർഷ അവസാനത്തോട് കൂടിയിട്ട് രാശി മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബുധൻ, ചൊവ്വ, ശുക്രൻ ഇവരൊക്കെ ഈ വർഷക്കാലം രാശി മാറിക്കൊണ്ടിരിക്കും. പിന്നെ ജൂൺ മാസമായിട്ട് നമ്മുടെ ധൂമഗ്രഹങ്ങളായ രാഹുവും കേതുവും രാശി മാറും. അപ്പോൾ ഈ വർഷക്കാലം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റമുണ്ട്. ഈ രാശിമാറ്റം ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താണ് ഗുണം ലഭിക്കുക എന്ന് വെച്ചാൽ, ചില രാശിക്കാരെ, അതിൽ വരുന്ന നക്ഷത്രക്കാരെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, അവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിലുടനീളം നല്ലൊരു മാറ്റം ലഭിക്കുമെന്ന് ഉറപ്പാണ്. കാരണം അങ്ങനെയുള്ള രാശിക്കാരെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മാത്രമല്ല, ഞാൻ ഇതിൽ പറയുന്ന 4 രാശിക്കാരെയാണ് കൂടുതലായിട്ട് എടുത്തു പറയുന്നത്. അവർക്ക് തീർച്ചയായിട്ടും മേന്മയുണ്ടാവും എന്ന് വെച്ച് മറ്റു രാശിക്കാർക്ക് മോശമാവുക എന്നല്ല. അവർക്കും ഭാഗികമായ ഗുണങ്ങളൊക്കെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ചില രാശിക്കാർക്ക് ദോഷമായ സമയവുമായിരിക്കും. കാരണം എല്ലാവർക്കും ഒരേപോലെ ഗുണങ്ങൾ ഒരേ സമയത്ത് ലഭിക്കില്ല. കുറച്ചാൾക്കാർക്ക് ഗുണം ലഭിക്കുമ്പോൾ കുറച്ചാൾക്കാർക്ക് മോശമാകും. വീണ്ടും അത് ഒരു ചക്രം തിരിയുന്ന മാതിരി തിരിഞ്ഞ് വീണ്ടും ഈ ദോഷം ലഭിച്ചവർക്ക് ഗുണം ലഭിക്കുകയും ഗുണം ലഭിച്ചവർക്ക് ദോഷം വരികയും ചെയ്യും.
അത് പ്രകൃതിയുടെ നിയമമാണ്. അത് ആരാലും മാറ്റാൻ കഴിയില്ല. ഒരു വഴിപാട് കൊണ്ടോ പൂജ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കർമ്മം കൊണ്ടോ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊന്നും മാറ്റാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തികച്ചും ഒരു അബദ്ധമാണ് എന്നുള്ളതേ പറയുള്ളൂ. കാരണം ഒരു പൂജ കൊണ്ടൊന്നും ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ നമുക്ക് തീർക്കാൻ കഴിയില്ല. പക്ഷേ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾക്ക് ശാന്തി വരുത്താൻ കഴിയും. ചില പരിഹാരങ്ങൾ കൊണ്ട്, ക്ഷേത്രപൂജകൾ കൊണ്ട്, നവഗ്രഹ പൂജ കൊണ്ട്, അങ്ങനെയുള്ള ചില ദേവന്മാർക്ക് പൂജ ചെയ്യുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ, കാഠിന്യം, നമ്മൾ പറയും കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്തിൽ കൊണ്ടു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയി, ഇങ്ങനെയൊക്കെ പറയാം. ഇങ്ങനെയുള്ള ചെറിയ രീതിയിലാണ് ദോഷം നമുക്ക് അത്ര ഏൽക്കാതെ പോകുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നമ്മളെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ആരൊക്കെയാണ് ഈ നക്ഷത്ര വരുന്നത്. അതായത് ഈ ഓണം തുടങ്ങുകയാണ്. അതോട് കൂടിയിട്ട് ചിങ്ങമാസം 1-ാം തീയതി സ്റ്റാർട്ടാവുന്നതോട് കൂടിയിട്ട് ആർക്കൊക്കെ ഗുണകരമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ രാജയോഗം ഉണ്ടാകും, ധനമില്ലാത്തവർക്ക് ധനം വരാനും, ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാനും, ഉള്ള ജോലിയിൽ നിന്നും ജോലി സ്ഥാനക്കയറ്റം ലഭിക്കാനും, വിദ്യാർത്ഥികൾക്ക് പഠന മികവ് ഉണ്ടാവാനും, അങ്ങനെ വിവാഹം കഴിക്കാതെ നിൽക്കുന്നവർക്ക് വിവാഹം വരാനും, അങ്ങനെ എല്ലാ യോഗങ്ങളും വരുന്നവരായിരിക്കും ഈ പറയുന്ന നക്ഷത്രക്കാർ. അതിൽ ആദ്യത്തെ നക്ഷത്രമാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ അവസാന 15 നാഴിക. അങ്ങനെ വരുന്ന കാൽഭാഗം വരുന്ന നക്ഷത്രക്കാരാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. ഇതില് ഇപ്പൊ നിലവിൽ വ്യാഴം 4-ലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇവർക്ക് 5-ലേക്കും സഞ്ചരിക്കാൻ തുടങ്ങും. അത് ഇവരുടെ നേട്ടം തന്നെയായിരിക്കും ജീവിതത്തിൽ. ഈ പറയുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിലുടനീളം ഈ വർഷക്കാലം ഗുണകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും എന്നുള്ളതാണ്. സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമുക്ക് ഗുണം വന്നു ചേരുക, ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുക, അല്ലെങ്കിൽ ജോലി ഇല്ലാതെ വിഷമിച്ച് നടക്കുന്നവർക്ക് ഒരു ജോലി ലഭിക്കുക, ഇങ്ങനെയുള്ള ഗുണകരമായ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരിക. ഇവിടെ വ്യാഴം എന്ന് പറയുന്ന ശുഭത്തുള്ള ഗ്രഹം 4-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി അത് 5-ലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് എന്തുണ്ടാക്കും? നമുക്ക് കൂടുതലായിട്ട് സന്താനഹാനി, അല്ലെങ്കിൽ സന്താനഹാനി വന്നവർക്ക്, അല്ലെങ്കിൽ സന്താനമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസമാകും. സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകാനൊക്കെ ഒരു ആശ്വാസം വരുന്ന ഒരു സമയമായിരിക്കും വ്യാഴത്തിന്റെ ഈ ചിങ്ങം മാസം വന്നോട് കൂടിയിട്ടുള്ള ആ ഒരു ചലനത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും നവഗ്രഹങ്ങളെ നല്ല രീതിയിൽ പൂജിക്കുക, അതുപോലെ തന്നെ വ്യാഴത്തിന്റെ സ്തോത്രങ്ങൾ ജപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ കഴിയുന്നവർക്ക് അത് ജപിക്കുന്നത് നന്നായിരിക്കും. ഇനി ഒന്നും വേണ്ട, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ വിഷ്ണുവിനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതും നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നതും ഏറെ ശുഭത്വമാണ്. നിങ്ങളുടെ ആ ഗുണഫലങ്ങൾ ഇരട്ടിയാക്കാൻ സഹായിക്കുന്നതായിരിക്കും. എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്തതായിട്ട് കർക്കടക്കൂറാണ്. കർക്കടം രാശിയിൽ വരുന്ന പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായ സമയത്തിലൂടെ ആയിരിക്കും വ്യാഴം കടന്നു പോകുന്നത്. ഈ ചിങ്ങം 1-ാം തീയതി മുതൽ ഇവർക്ക് ഏറ്റവും മേന്മ ഉണ്ടാവുക സാമ്പത്തിക നേട്ടമായിരിക്കും. ഇപ്പോൾ വ്യാഴം 1-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ വ്യാഴം 2-ലേക്ക് വരും. അത് ധനസ്ഥാനമാണ്. തീർച്ചയായിട്ടും ധനം കുമിഞ്ഞുകൂടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ധാരാളം സമ്പത്ത് വരിക, നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും ധനം വന്നു ചേരുക. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധാരാളം സമ്പത്ത് വന്നു ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ലോട്ടറി അടിച്ചിട്ടോ പല തരത്തിലോ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കടം കിട്ടുകയോ അല്ലെങ്കിൽ കിട്ടാക്കടമായി കിടക്കുന്ന ധനം നമ്മളുടെ കയ്യിൽ വന്നു ചേരുകയോ ഒക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ ജോലിയിൽ ഇത്രയും കാലം ജോലി ചെയ്തിട്ട് വരുമാനമില്ലാതെ അല്ലെങ്കിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്നായിരിക്കും ഒരു സ്ഥാനക്കയറ്റം കിട്ടുകയോ അല്ലെങ്കിൽ ശമ്പള വർധനവ് ഉണ്ടാവുകയോ ചെയ്യുക.
അതുപോലെ തന്നെ വിദേശത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സാധിക്കുന്ന സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഏറെ ഗുണകരമായിരിക്കും കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിത അനുഭവത്തിൽ വരാൻ പോകുന്നത്. ചിങ്ങം 1-ാം തീയതി മുതൽ ഒരു വർഷക്കാലം ഇവർക്ക് ഏറെ ഗുണകരമായിരിക്കും. അതായത് 2-ാം ഭാവം ധനസ്ഥാനമായ ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ സമ്പത്ത് വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്രയൊക്കെ നിങ്ങൾ മടി കാണിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് വന്നിരിക്കും. കാരണം നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത സമയത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് വരിക. കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കിനി ഒരു വഴിയുമില്ല, എല്ലാ വഴികളും അടഞ്ഞു പോയിരിക്കുകയാണ്, ഇനി ഞാൻ രക്ഷപ്പെടില്ല എന്നൊക്കെ ഉറപ്പിച്ച് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചത് തീർച്ചയായിട്ടും മാറ്റേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് വരും, ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാകും, അതുപോലെ ധനം വരുന്ന വഴി നിങ്ങൾ അറിയില്ല. തീർച്ചയായിട്ടും വ്യാഴം 2-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബിസിനസ് രംഗത്തായിക്കോട്ടെ, പൊളിഞ്ഞുപോയ ബിസിനസ് ആയിക്കോട്ടെ, ഒക്കെ കരകയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബിസിനസ്സിൽ കൂടുതൽ ലാഭങ്ങൾ നേടാൻ ഇവർക്ക് കഴിയും. വലിയ വലിയ ബിസിനസ്സുകാർക്കൊക്കെ അതിനനുസരിച്ചുള്ള ഒരു ലാഭം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും വ്യാഴം ചിങ്ങമാസം 1-ാം തീയതി മുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരിക. തീർച്ചയായിട്ടും ഇത് അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും. സർക്കാർ ജോലിക്കാർക്ക് ശമ്പള വർധനവ് ഉണ്ടാവുക, അതുപോലെ ബോണസുകൾ ധാരാളം ലഭിക്കുക, അതുപോലെ തന്നെയാണ് ഇവർക്ക് സന്തോഷകരമായ കുടുംബത്തോടൊപ്പം യാത്രകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുക. ആത്മീയ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതും അനുകൂലമായ സമയമായിരിക്കും. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ സുഖാനുഭവങ്ങളും സമ്പത്തും ഈ ഒരു ചിങ്ങം 1-ാം തീയതി മുതൽ ഒരു വർഷക്കാലം ഇവരുടെ ഒപ്പമായിരിക്കും എന്നുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു കർക്കിടകം രാശി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളും പ്രധാനപ്പെട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തായാലും വിഷ്ണു ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ബുധനാഴ്ചയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, ക്ഷേത്രങ്ങളൊന്നും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, തൊഴാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവതാര വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അതായത് വിഷ്ണുവിന്റെ അവതാരങ്ങളെ ആരെ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഈ ഫലങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ നവഗ്രഹ പൂജ എന്ന് നന്നായിരിക്കും, ഏറ്റവും നല്ലതാണ്. നവഗ്രഹങ്ങളെ പൂജിക്കുന്നതും അതേപോലെ തന്നെ പ്രത്യേകിച്ച് ബുധനെ പൂജിക്കുന്നതും നന്നായിരിക്കും. അങ്ങനെയുള്ള ഗ്രഹങ്ങളെ പൂജിക്കുന്നതോറും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കും, അതുപോലെ സന്തോഷം ഉണ്ടാവും, ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും, നല്ലൊരു അന്തരീക്ഷത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ ഈ ഒരു വർഷക്കാലം സാധിക്കുമെന്നുള്ളത് പറഞ്ഞുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്ത രാശി തുലാം രാശിയാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചും വൻ നേട്ടമായിരിക്കും ചിങ്ങം 1-ാം തീയതി മുതൽ ഒരു വർഷക്കാലം. കാരണം വ്യാഴം ഇപ്പോൾ 10-ാം ഭാവത്തിലും പിന്നീട് വ്യാഴം 11-ലും സഞ്ചരിക്കുമെന്നാണ്. ഏറ്റവും ഏറെ ശുഭത്വമുള്ള ഒരു സ്ഥാനമാണ് 11. ഇതിൽ വരുമ്പോൾ തീർച്ചയായിട്ടും തുലാം രാശിക്കാർ സാമ്പത്തിക നേട്ടം കൊയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, അര, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം ചേർന്ന ഈ കൂറുകാരെ സംബന്ധിച്ച് ഓണത്തോട് അനുബന്ധിച്ച് ഇവരുടെ ജീവിതം മാറി മറയും എന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു അഴിച്ചുപണി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ജോലി ഉറപ്പാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്താൽ പോലും നിങ്ങളുടെ ജോലി നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും. അതായത് ഗവൺമെന്റിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടാൻ സാധ്യത കൂടുതലാണ്. PSC എഴുതിയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ PSCയിലൊക്കെ ഒരു ജോലിക്ക് വേണ്ടി, സ്ഥിരജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമായിരിക്കും. നിങ്ങളുടെ കർമ്മം പുഷ്ടിപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കർമ്മത്തിലൂടെ നിങ്ങൾ വളരും. നിങ്ങൾ സ്വയം ജോലി ചെയ്തിട്ട് നിങ്ങളുടെ സാമ്പത്തിക വർധനവ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ നിങ്ങൾ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. വാഹനം വാങ്ങിക്കാൻ കഴിയും. അതൊരു ചെറിയ വാഹനമായിക്കോട്ടെ, അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും. നിങ്ങളൊരു ചെറിയൊരു ശ്രമം മാത്രം മതി, ബാക്കി ദൈവം നോക്കിക്കോളും. താൻ ബാധി ദൈവം ബാധി. നമ്മളൊന്ന് ശ്രമിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൂടി നിങ്ങളോടൊപ്പം എത്തും. തീർച്ചയായിട്ടും നിങ്ങൾ ആ വാഹനം വാങ്ങിയിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വെക്കാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെ ആയിരിക്കും ഈ തുലാം രാശിക്കാർ കടന്നു പോകുന്നത്. എന്തിനു പറയുന്നു, സാമ്പത്തിക സ്ഥിതി ആകെ മറയും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വീട് വെക്കാനും നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാനൊക്കെ സാധിക്കുന്നത്, ഒരു വഴി വരുന്നത്.
അതുപോലെ തന്നെയാണ് പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ പഴയ വീടാണ് ഇനി ഒന്ന് മോടി പിടിപ്പിച്ച് നല്ല രീതിയിൽ ആ വീടൊന്ന് നന്നാക്കി എടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിന് ശ്രമിച്ചോളൂ. തീർച്ചയായിട്ടും അതിനൊരു വഴി വന്നിരിക്കും. നിങ്ങളുടെ ജോലിയിൽ ശമ്പള വർധനവ് ഉണ്ടാവുക. അതുപോലെ ആത്മീയ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആത്മീയ യാത്ര, അതുപോലെ ദേവാലയങ്ങളൊക്കെ സന്ദർശിക്കുക. പല സ്ഥലങ്ങളിലും പോയി ആത്മീയ യാത്ര നടത്തി പല ദേവാലയങ്ങളും കാശി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഒത്തുവരുന്ന സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമായിരിക്കും. പഠനത്തിൽ മികവുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാം ഒരു ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലായിരിക്കും കാര്യങ്ങൾ പോവുക. ആരോ നമ്മുടെ പിന്നിൽ നിന്നും സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഇങ്ങനെ ഒരു ഒഴുക്കിൽപ്പെട്ടു പോകുന്ന മാതിരി നമ്മുടെ സ്ഥിതി ആകെ മാറും. അതായത് നമ്മളെ കണ്ട് ഒരു മറ്റുള്ളവർക്ക് കണ്ണ് കടിക്കേണ്ട അവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഒരു കുനട്ട് തോന്നുക. കാരണം ഇവൻ എങ്ങനെ പെട്ടെന്ന് വളർന്നു, അല്ലെ ഇവളെ എങ്ങനെ പെട്ടെന്ന് വളർന്നു, എന്ത് പറ്റി ഇവൾക്ക്, പെട്ടെന്ന് മാറിയല്ലോ ഇവിടെ ജോലി സെറ്റായി, അതുപോലെ തന്നെ ഇവിടെ ശമ്പളം വന്നു, ഇവർക്ക് വണ്ടി വാങ്ങിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ ഓണക്കാലം മുതൽ അങ്ങോട്ട് ഒരു വർഷക്കാലം. കാരണം 10ാം ഭാവത്തിലും പിന്നീട് 11ാം ഭാവത്തിലും വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഏറെ ഗുണകരമായിരിക്കും തുലാം രാശിക്കാർക്ക് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അടുത്ത രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിൽ വ്യാഴം ഇപ്പോൾ 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. പിന്നീട് 10ാം ഭാവത്തിലേക്ക് വരും വ്യാഴം. ഭാഗ്യം ധർമ്മദയ പുണ്യ തപസ്ഥാന എന്ന് പറഞ്ഞ മാതിരി ഭാഗ്യം ഏറെ വരും എന്നാണ്. നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഭാഗ്യം ഉണ്ടായാൽ മതി. ഭാഗ്യത്തിന്റെ കുറവ് കൊണ്ട് നമ്മളുടെ കയ്യിൽ എത്തേണ്ട പല കാര്യങ്ങളും നമ്മൾ എത്താതെ പോകുന്നുണ്ട്. പലർക്കും നമുക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കാം. നമ്മളൊക്കെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പലരും പറയുന്നുണ്ടാവുക എനിക്ക് ഭാഗ്യമില്ല എന്ന്. കാരണം എന്തുകൊണ്ടാ വെച്ചാല് നമ്മൾ പലതിനും ശ്രമിക്കുന്നുണ്ടാവാം. ആ ശ്രമിക്കുന്ന സമയത്ത് അതൊക്കെ കിട്ടി, കയ്യിലെത്തി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അത് മുടങ്ങി പോവുക. അതാണ് ഭാഗ്യമില്ലാത്ത അവസ്ഥ. എത്ര ശ്രമിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് നമ്മൾ എത്തിപ്പെടില്ല. അതാണ് ഈ ഭാഗ്യത്തിന്റെ കുറവ്. അവിടെ എന്ത് വേണം? ദൈവാനുഗ്രഹം വേണം. നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടന്നു കിട്ടുകയുള്ളൂ. അതിന് നമ്മുടെ ജാതകത്തിൽ എവിടെയാണോ വ്യാഴം നിൽക്കുന്നത്, അനുകൂലനാണോ വ്യാഴം പ്രതികൂലനാണോ എന്ന് നോക്കണം. നിങ്ങൾക്ക് വ്യാഴം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയുന്ന ഒരു ജ്യോത്സ്യനെ കൊണ്ട് വ്യക്തമായിട്ട് നോക്കിക്കുക, ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പരാജയത്തിന് കാരണം എന്താണ് എന്ന് ആ ജാതകത്തിൽ ഉണ്ടാവാം. അതിലെ യോഗങ്ങളും ഗ്രഹങ്ങളുടെ നിൽപ്പും ഭാവങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ആ ജാതകം ഒന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാവുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതം എവിടെ പരാജയപ്പെട്ടു, എന്താണ് അതിന് കാരണം. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒരു 50 വയസ്സിന് മുന്നേ നോക്കി വെക്കുന്ന ഏറ്റവും നല്ലതാണ്. കാരണം 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് യോഗങ്ങൾ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നമുക്കറിയാലോ, നമുക്ക് എന്ത് ജോലി ചെയ്യാനും നമുക്ക് ആരോഗ്യം വേണം. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ സ്വന്തമായ ബിസിനസ് ആണെങ്കിൽ പോലും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ മനസ്സുണ്ടാവുകയുള്ളൂ. അപ്പൊ ആരോഗ്യം പ്രധാനമാണ്. ആരോഗ്യം ഉണ്ടെങ്കിലേ മനസ്സുണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ നല്ല ഈ രാശിയിൽ ആരുടെയായാലും ഈ നക്ഷത്രക്കാരാരായാലും നിങ്ങൾക്ക് പരാജയം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് ഈ വൃശ്ചികക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും 9ഉം 10ഉം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ, ഇപ്പോൾ നിലവിൽ 9ആണ് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. പിന്നീട് 10ാം ഭാവത്തിലേക്ക് കർമ്മഭാവത്തിലേക്ക് വരും. ഇത് കർമ്മത്തെ പുഷ്ടിപ്പെടുത്തുക ചെയ്യും. ഇപ്പൊ ഭാഗ്യം ഉണ്ടാവുകയും അതിനോടൊപ്പം തന്നെ കർമ്മം പുഷ്ടിപ്പെടുകയും. കാരണം കർമ്മം മാത്രമല്ല, വിവാഹ കാര്യത്തിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹം നടന്നിരിക്കുന്നതായിരിക്കും. വർഷങ്ങളായി വിവാഹത്തിന് ശ്രമിക്കുന്നു. കാരണം പല പുരുഷന്മാരും സ്ത്രീകളെ വിവാഹം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. പല പെണ്ണ് കാണൽ ചടങ്ങുകൾ നടക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ശരിയായി കിട്ടുന്നില്ല. തീർച്ചയായിട്ടും ഈ ചിങ്ങം 1ാം തീയതിക്ക് ശേഷം ഒന്ന് ശ്രമിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹം നടന്നു കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ജാതകത്തിലെ കാര്യം നോക്കി വേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വൻ വിജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ജാതകത്തിൽ മാത്രമാണ് പൂർണ്ണ ഫലം ഉണ്ടാവുക. ഇതൊരു പൊതുഫലമാണ് എന്ന് നമ്മൾ ആദ്യം അറിയുക.
കാരണം പലരും കമന്റിലൊക്കെ രേഖപ്പെടുത്താറുണ്ട്. ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് 50 വയസ്സായി, എനിക്ക് 60 വയസ്സായി, അങ്ങനെ പലരും പറയാറുണ്ട്. എനിക്ക് ഇതുവരെ ജീവിതത്തിൽ ഒരു ഗുണം ഉണ്ടായില്ല, എന്നും കഷ്ടപ്പാട്, ജനിച്ച അന്ന് മുതൽ ഞാൻ കഷ്ടപ്പാട് അനുഭവിക്കുകയാണ്. സത്യമായിരിക്കും അവർ പറയുന്നത്. കാരണം നമുക്കും ഏറെ വിഷമമുണ്ട് കേൾക്കുമ്പോൾ. കാരണം ജനിച്ച അന്ന് മുതലേ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരായിരിക്കും. കാരണം അവർക്ക് ജീവിതത്തിൽ ഒരു ഗുണവും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതം എവിടെയാണ് നിങ്ങൾക്ക് ആ പരാജയം പറ്റുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. പാഴ്ചെലവുകളാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളായിട്ട് അത് തിരുത്തേണ്ടതാണ്. മറ്റുള്ള ജാതകത്തിലെ പ്രശ്നം കൊണ്ടാണെങ്കിൽ നമുക്കത് തിരുത്താൻ കഴിയില്ലെങ്കിൽ പോലും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു പരിധി വരെ നമ്മുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും പരിഹാരങ്ങൾക്ക് ഒരു പരിധി വരെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഈ വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടാകാതെ വിവാഹമൊക്കെ കഴിഞ്ഞു 5ഉം 7ഉം 8ഉം വർഷമായിട്ട് കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് ഈ ഒരു ചിങ്ങം 1-ാം തീയതി ശേഷം അതിനൊക്കെ സാധ്യത കാണുന്നു. സന്താന ഭാഗ്യം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും നിങ്ങളതിനെ. അതുപോലെ തന്നെ പുതിയ വാഹനം മേടിക്കാൻ ഈ വൃശ്ചികക്കൂറുകാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്ന സമയമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമായിരിക്കും. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ചിങ്ങം 1-ാം തീയതി നിങ്ങളുടെ ഭാഗ്യകാലമാണ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷക്കാലം ഒരു മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ചിങ്ങം 1 വരുന്നത് ആഗസ്റ്റ് 17-ാം തീയതിയാണ്. അവിടുന്ന് അങ്ങോട്ട് ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പാടെ മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല, എവിടെയാണ് നിങ്ങളുടെ ജീവിതം പരാജയപ്പെടുന്നത് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എഴുതി അയക്കുക. ജാതകത്തിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം അയക്കുക. തീർച്ചയായിട്ടും നമ്മൾ നോക്കിയതിന്റെ ശേഷം നിങ്ങൾ തിരിച്ച് മറുപടി അറിയിക്കുന്നതായിരിക്കും. എല്ലാ ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ എല്ലാ കറുത്ത വാവിലും ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട്. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലൈക്കും കമന്റും സപ്പോർട്ടും ഒക്കെ ഒരു ചാനലിന് ആവശ്യമാണ്. അത് ഇതുവരെയും ഉണ്ട്, തുടർന്നും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.